പരീക്ഷ വെച്ച് തുടങ്ങാം. എക്സാം മെമ്മറീസ് എന്ത് സ്ട്രെസ്ഫുൾ ആയിരുന്നു. പരീക്ഷകളൊന്നും എനിക്ക് പേടിയാണ്. എന്താ വെച്ചാല് നമ്മള് പഠിക്കാത്തോണ്ടാണ്. അത് ലാസ്റ്റ് മിനിറ്റ് കാര്യങ്ങൾ ചെയ്യുക അണ്ടർ പ്രഷറിൽ. ഇത്രയും ദിവസമൊക്കെ ഓരോന്ന് കളിച്ചു തലേന്നിട്ട് വീട്ടുകാർ മൊത്തം അറിയണ്ട പാനിക്. നേരത്തെ എണീച്ചിട്ട് പരീക്ഷ അന്ന് നേരത്തെ നീറ്റ് പഠിക്കാന്നൊക്കെ നടന്ന തന്നെ. എത്ര മാർക്ക് ഉണ്ടായിരുന്നു? വെക്കേഷൻ ആയി കഴിഞ്ഞാൽ പിന്നെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വെയിലത്ത് ഗ്രൗണ്ടിൽ കളിയാ അല്ലേ? എന്ത് രസം. 2 കളറാരം ഇവിടുന്ന് ഇങ്ങോട്ട് വേറെ കളർ. നോമ്പ് കാലല്ലേ നിങ്ങൾ ഇപ്പൊ ഇവിടെ നിൽക്കുമ്പോ നാട്ടിലെ നോമ്പ് മെമ്മറീസ് ഒക്കെ മിസ് ചെയ്യണ്ടോ? ആ സമയം ആവുമ്പോ തുറക്കുന്ന മറയട്ടി എന്ന് പറയുന്നതിന് നമ്മളവിടെ അറിയില്ല മറയട്ടി എൻട്രൻസ് ഫ്രണ്ട് ഉണ്ടല്ലോ ബാക്കി. പെരുന്നാളിന് ഏറ്റവും വലിയ ഓർമ്മകൾ എന്താ പറയുക, പെരുന്നാൾ ഡ്രസ്സാണ്. സെലിബ്രേഷനിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ഒരു സാധനമാണല്ലോ ഫയർ വർക്സ്. അന്ന് ഇങ്ങനെ നമ്മളൊക്കെ നാട്ടിലെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് എത്ര രൂപയുടെ പടക്കം വാങ്ങിയിട്ടുണ്ട്, ഒരു ഷോ ഓഫ് ഉണ്ട്. നമ്മള് കുറച്ച് പുറത്തുനിന്ന് ഇറക്കി ഇത്ര പൈസയുടെ ഇത് ഇവര് ഇത്ര ഇറക്കിട്ടോ. വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ഹോളി ഹാബിറ്റാറ്റ്. നമ്മൾ കുറച്ചായി, നമ്മൾ 3 പേര് അല്ലേ ഒരുമിച്ചിരുന്നിട്ട് ഒരു എപ്പിസോഡ് ചെയ്തിട്ട് കുറെ ആയി. നമ്മൾ ഇൻ ദ ബിഗിനിങ് നമ്മൾ പറഞ്ഞായിരുന്നു നമ്മള് എപ്പിസോഡുകൾ നമ്മളെ എപ്പിസോഡും പിന്നെ ഗസ്റ്റിന്റെ എപ്പിസോഡുകളും കൂടിയിട്ട് എങ്ങനെ ഉണ്ടാവുമെന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പോൾ നമ്മൾക്ക് ഓൾമോസ്റ്റ് എവറി ടൈം നമുക്ക് ഗസ്റ്റ് ഉള്ളതുകൊണ്ട് ഇങ്ങനെ 3 ആൾക്കാർ മാത്രമുള്ള ഒരു എപ്പിസോഡ് എടുത്തിട്ട് കുറച്ചായി. സോ ഇപ്പോ പരീക്ഷക്കാലവും നോമ്പും എല്ലാം കൂടിയാണ് നാട്ടിൽ നടക്കുന്നത്. വെക്കേഷനും ഈ സമയം നാട്ടില് പണ്ടാകുമ്പോ എന്തൊക്കെയാണ് ഓർമ്മകള്? അതായത് നമുക്ക് ഇപ്പൊ പരീക്ഷ വെച്ച് തുടങ്ങാം. എക്സാം മെമ്മറീസ് എന്ത് സ്ട്രെസ്ഫുൾ ആയിരുന്നില്ലേ പണ്ട്? ഈ ഒരു കാര്യം ശ്രദ്ധിച്ചോ, നമ്മളെ എക്സാം ഒക്കെ ഇപ്പൊ ഓണപരീക്ഷ, പെരുന്നാൾ പരീക്ഷ, ക്രിസ്മസ് പരീക്ഷ എല്ലാം ഒരു എന്തെങ്കിലും ഫെസ്റ്റിവലിന് റിലേറ്റഡ് ആയിട്ടാവും. അപ്പൊ നമുക്ക് ആ പരീക്ഷ കഴിഞ്ഞാൽ വെക്കേഷൻ ആണല്ലോ എന്നുള്ളൊരു ആ ഒരു മെമ്മറിയും കൂടി ഉണ്ട്. അതൊരു ട്രീറ്റ് പോലെയാണ്. അതായത് ഇത്രയും നമ്മളൊരു ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ച് എക്സാം എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ ആ റിലാക്സേഷൻ ടൈമിൽ നമുക്ക് ഒബ്വിയസ്ലി നമുക്കൊരു 10 ദിവസത്തെ ബ്രേക്ക് ഒക്കെ ഉണ്ടല്ലോ എക്സാം കഴിഞ്ഞിട്ട്. ഏറ്റവും കൂടുതൽ ഓണത്തിനായിട്ടോ 10 ഞാനൊക്കെ പഠിച്ചത് നമ്മളെ സമ്മർ വെക്കേഷൻ ഉണ്ട്. അതെ ഓണം ക്രിസ്മസും 10 അല്ലേ? രണ്ടും ഉണ്ട്. ക്രിസ്മസും 10. അപ്പോ അത് ആ സമയം എന്ന് പറഞ്ഞാല് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൈമാണ് പരീക്ഷാകാലം. പരീക്ഷകളെന്നും സ്ട്രെസ്ഫുൾ ആണ്. പരീക്ഷ ഓക്കെ, എന്താ പരീക്ഷയായിട്ട് എങ്ങനെയുള്ളൊരു മെമ്മറീസ് ആണ് ഉള്ളത്? പരീക്ഷകളൊന്നും എനിക്ക് പേടിയാണ്. എന്താ വെച്ചാല് നമ്മള് പഠിക്കാത്തോണ്ടാണ് ഒന്നാമത്. പിന്നെന്താ അതന്നെ പരീക്ഷയില് മെയിൻ ആയിട്ട് പറയാന്നുണ്ടെങ്കിൽ ഇപ്പൊ എനിക്ക് പരീക്ഷയുടെ ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ നമ്മള് കൂടുതലും എക്സാമിന്റെ തലേന്നാണ് നമ്മൾ നോക്കണത്, പഠിക്കാതിരിക്കണത്. എത്ര സ്റ്റഡി ലീവും ചില സമയത്ത് നമുക്ക് ഈവൻ ദോ മോക്ക് ടെസ്റ്റ് ഒക്കെ ഉണ്ടാവും. ആ മോക്ക് ടെസ്റ്റ് നമ്മൾ പഠിക്കില്ല, കാരണം സീരിയസ്നെസ് ഇല്ല എന്നുള്ളൊരു തോന്നലുള്ളതുകൊണ്ട് നമ്മൾ മോക്ക് ടെസ്റ്റിന് പഠിക്കാണ്ട് നമ്മൾ ആ എക്സാം ബോർഡ് എക്സാമിന്റെ ടൈം ആവുമ്പോൾ അതിന്റെ തലേസായിരിക്കും ഭയങ്കരമായിട്ടുള്ള ഇന്റൻസ് ആയിട്ട് ഒരു മെന്റാലിറ്റി ഉണ്ട്. നാളെ തുടങ്ങാം, നാളെ ഫ്രഷ് ആയിട്ട് തുടങ്ങാം ഉണ്ടല്ലോ. ആ ഒരു തോട്ട് എന്റെ ലൈഫിൽ കാലാകാലം ഉണ്ടായിട്ട്, അതായത് ലാസ്റ്റ് മിനിറ്റ് കാര്യങ്ങൾ ചെയ്യുക അണ്ടർ പ്രഷറിൽ. അതൊരു ശീലമായിടാ. അതായത് പണ്ട് നമുക്ക് CBSE എസ്പെഷ്യലി കുറെ ഗ്യാപ്പ് ഉണ്ടാവും 10th ഒക്കെ ബോർഡ് എക്സാമില്. അറിയില്ല, അത് പരീക്ഷ ഒരുപാടായിട്ട്. അപ്പൊ അത്രയും ദിവസമൊക്കെ ഓരോന്ന് കളിച്ചു വന്നിട്ട് തലേന്നിട്ട് വീട്ടുകാർ മൊത്തം അറിയണ്ട പാനിക്. പക്ഷെ നമുക്കൊരു പോയിന്റിൽ എത്തിയത് പഠിച്ചാൽ തീരൂലെന്നൊരു പോയിന്റ് ഉണ്ടല്ലോ. എന്നിട്ട് കിടന്നുറങ്ങും. നാളെ രാവിലെ പിന്നെ നേരത്തെ എണീച്ചിട്ട് അന്ന് നേരത്തെ നീറ്റ് പഠിക്കാന്നൊക്കെ നടന്ന തന്നെ. പിന്നെ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള സംഗതി എന്താ വെച്ചാൽ നമ്മൾ പരീക്ഷയുടെ ജസ്റ്റ് ഒരു മണിക്കൂർ മുന്നേ നമ്മൾ നേരത്തെ എത്തി നമ്മളെ ഫ്രണ്ട്സ് എല്ലാവരും ഗ്യാദർ ചെയ്തിട്ട് അപ്പൊ ചോദിക്കും ഏതെങ്കിലും കൂടുതൽ ചോദിക്കാനുള്ള ചാൻസ് എന്ന് പറഞ്ഞിട്ട് അപ്പൊ നമ്മളുടെ ടീമിൽ ഉണ്ടാകും ഒരു ദ സ്റ്റാർ ഓഫ് ദ ഗ്യാങ് എന്ന് പറഞ്ഞ പോലെ വന്നിട്ട് അവൻ എക്സ്പ്ലെയിൻ ചെയ്ത് വരുമ്പോ ആ തലയിൽ കയറുന്ന അത്ര നമ്മളെ ഏത് പ്രൊഫസർ ഏത് ടീച്ചർ പഠിപ്പിച്ചാലും ആ സമയത്ത് അത് വന്നു കഴിഞ്ഞാൽ പരീക്ഷയിൽ ഭയങ്കര ഒരു അതുപോലുള്ളൊരു മെമ്മറിയാണ് കമ്പൈൻ സ്റ്റഡിക്ക് പോവാ. അതായത് ഫ്രണ്ട്സിന്റെ വീട്ടിലോ എവിടെയൊക്കെ പോയിട്ട്. പക്ഷെ അങ്ങനെ ഒരു കമ്പൈൻ സ്റ്റഡി നടന്നതായിട്ട് നിങ്ങൾക്ക് പോയിട്ടുണ്ട്, റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? പോയിട്ട് പഠിച്ചിട്ടുണ്ടോ? ബോയ്സിന്റെ കമ്പൈൻ സ്റ്റഡി പിന്നെ മിക്സഡ് ആണ്. അതായത് പെൺകുട്ടികളാകുമ്പോ അവര് കുറച്ചും കൂടി സീരിയസ് ആവും, മതി പഠിക്കണം അവർക്ക്, കാരണം വേറെ പണിയൊന്നുമില്ലല്ലോ. നമുക്ക് വേറെ പലതും ഒഴിവാക്കി നമ്മള്. പക്ഷെ അത് ഞാൻ പറഞ്ഞത് പറഞ്ഞാൽ ഇപ്പൊ ഈ ലാസ്റ്റ് മിനിറ്റിലുള്ള പഠിത്തം ഉണ്ടല്ലോ ബോയ്സിന്റെ. ഇപ്പൊ എനിക്കൊക്കെ ഇപ്പൊ നമുക്കൊരു റീൽ എഡിറ്റ് ചെയ്യണ ടാസ്ക് ആണ്, അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂ ഉണ്ട് ജോലിക്ക്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തീസിസ്. നമ്മുടെ ഇവിടെ പോളണ്ടിലുള്ള മെയിൻ തീസിസ് ഇല്ലേ, പ്രൊജക്ട് തീസിസ് എന്ന സംഭവം ഉണ്ട്. അതായത് നമ്മുടെ ഡിഗ്രി കഴിഞ്ഞ് നമ്മൾ ഹോൾ പഠിച്ച സംഭവങ്ങളെ പറ്റി ഒരു തീസിസ് നമ്മൾ ചെയ്യും, അതായത് പ്രൊജക്ട് ചെയ്യും. അപ്പൊ ഇത് ഞാൻ ചെയ്ത സമയത്ത്
ഞാനൊരാളെ പൈസ കൊടുത്താണ് ജയിപ്പിച്ചത്. ഞാനൊറ്റക്ക നമ്മള് ഒരുമിച്ചാണല്ലോ പഠിച്ചത്. അവസാനം കൊടുത്തു വേറൊരാൾക്ക് അതെന്താ സംഭവം അറിയോ? അത് ഞാൻ പറയാം. ഞാൻ പറയട്ടെ, ഞാൻ സാധനം സെറ്റ് ചെയ്തിട്ട് പ്ലാഗറീസ് അടിച്ച് എന്താ ചെയ്യേണ്ട അതിനെന്താ വെച്ചാൽ സംഭവം, ഇവൻ നമുക്കൊരു സബ്ജക്റ്റും ഉണ്ട്, അതായത് തീസിസിന്റെ. അപ്പൊ തീസിസിന്റെ ഡെഡ് ലൈൻസ് ഒന്നും ഞാൻ മീറ്റ് ചെയ്യുന്നില്ല, കാരണം ഞാൻ തുടങ്ങിയിട്ടില്ല. അപ്പൊ ഇവൻ ഒക്കെ പക്കെ ചെയ്യുക, സ്വന്തമായിട്ട് ചെയ്യണ്. ഈ ഡെഡ് ലൈന് ഫസ്റ്റത്തെ 6 ചാപ്റ്റേഴ്സ് സബ്മിറ്റ് ചെയ്യണം, പിന്നെ അടുത്ത 12 ഇത് സബ്മിറ്റ് ചെയ്യണം. ഇപ്പം പക്കെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, കാരണം ഞാൻ അവസാനം നമുക്കന്ന് അതിന് ഇപ്പൊ ഞാൻ ലേസി ആയണ്ടല്ലോ കേട്ടോ, ഞങ്ങൾക്ക് ജോലി ഉണ്ട്. അപ്പൊ ജോലി ഇവനത് അവിടെ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത് ചെയ്യല്ലേ, അതാർക്കും ചെയ്യാം. ഏത് കോപ്പി പേസ്റ്റ് ചെയ്ത് പ്ലേഗരിസത്തിൽ ഇട്ടിട്ട് എന്താ സംഭവിച്ചത്? പ്ലാഗറിസ് അടിച്ചിട്ട് ഒരു സാധനം എറർ കടന്നു. അത് എത്ര ചെയ്തിട്ടും അവസാനം എന്താ ചെയ്ത് പൈസ കൊടുത്തത് എത്ര ഈ കൊടുത്തിന്റെ എത്ര 500 ഷോട്ട് ഞാൻ കൊടുത്തുള്ളൂ. 1/4 ഞാൻ കൊടുത്തിട്ടുണ്ടാവും. ഞാൻ 200 ഷോട്ട് കൊടുത്തിട്ടുണ്ടാവും. കൊടുത്തു. പക്ഷെ എന്താ ഇത് പഠിച്ചിറങ്ങിയിട്ട് നമുക്കൊരു വിയർപ്പ് തുന്നിക്കട്ടെ കുപ്പ എന്ന് പറഞ്ഞ പോലെ ആ ഒരു മൊമെന്റ് ഉണ്ട്. അതുണ്ട്. അല്ല ഞാൻ പറഞ്ഞത്, അപ്പൊ ഈ പരീക്ഷയുടെ ഈ തീസിസ് ഞാൻ വേറെ ആളെ കൈ കൊടുത്തിട്ടാ ജയിപ്പിച്ചത്. എന്നിട്ട് എനിക്ക് പിറ്റേന്ന് രാവിലെ തീസിസിന്റെ എക്സാം നമുക്ക് രണ്ടാക്കും. അന്ന് രാത്രി ഞാൻ ഈ തീസിസ് ആദ്യമായിട്ട് പഠിക്കണത്. പിറ്റേന്ന് നമുക്ക് ഇതുണ്ട്, വൈവുണ്ട്. പക്ഷെ ഞാൻ ചെയ്യുമ്പോ എനിക്കറിയാൻ എന്താ എഴുതുന്നത്. ഇവന് ആരോ ചെയ്തിട്ട് ഫോർവേഡ് ചെയ്ത സാധനല്ലേ. എന്നിട്ട് ഞാനത് തലേസ് ഇരുന്ന് ഒക്കെ ഓടി പിടിച്ച് വായിച്ച് പിറ്റേന്ന് പോയി പാസ്സായി. മാർക്കും കേട്ടോ. അത് ശരിയാ. പക്ഷെ എനിക്കന്ന് ഓർമ്മ ഉണ്ടോ, എനിക്ക് ബെൽറ്റിലായിട്ട് എന്റെ ബെൽറ്റിന്റെ നമ്മള് ലാസ്റ്റ് മിനിറ്റ് നമുക്ക് കൊറോണ കഴിഞ്ഞ ഉടനെ അപ്പൊ നേരത്തെ പോകേണ്ടി വന്നു. അതായത് ആ ലാസ്റ്റ് മിനിറ്റ് അണ്ടർ പ്രഷറിൽ കാര്യങ്ങൾ ചെയ്യാന്ന് പറഞ്ഞൊരു, എപ്പോഴും അത് സക്സസ്ഫുൾ ആവണമെന്നില്ല, പക്ഷെ ഞാൻ ഫോർച്ചുനേറ്റ് ആയിട്ട് ഇതുവരെ എനിക്കത് പറ്റിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് പേഴ്സണലി എനിക്കത് പറ്റും തോന്നുന്നില്ല. ഐ മീൻ എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ, ലാസ്റ്റ് മിനിറ്റ് ചെയ്യാം. എനിക്ക് എല്ലാം ഒരു അറ്റ്ലീസ്റ്റ് 2-3 ഡേയ്സ് മുമ്പെങ്കിലും പണ്ടൊക്കെ ലാസ്റ്റ് മിനിറ്റ് പഠിത്തം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് പറ്റില്ല. ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്ത് നമ്മൾ കോളേജിൽ ഒബ്വിയസ്ലി ആരും ഈ കുറച്ച് ദിവസം മുന്നൊന്നും ഇരുന്ന് പഠിക്കണ ഒരു സിസ്റ്റം തന്നെ അല്ല കോളേജിലൊക്കെ. അപ്പോൾ എന്റെ കോളേജും വീടും തമ്മിൽ ഒരു 20 കിലോമീറ്ററിന്റെ ഡിഫറൻസ് ഉണ്ട്. അപ്പൊ ബൈക്കിലെ പോവാം. അപ്പോ ഒരു ലേബർ ഇന്ത്യ പോലത്തെ അന്നത്തെ ബുക്ക് ഇതുണ്ടല്ലോ, ടൈപ്പ് സാധനം ബുക്ക്, അതില് മോസ്റ്റ് ചോദിക്കണ ചോദ്യങ്ങൾ പണ്ടത്തെ ക്വസ്റ്റ്യൻ പേപ്പർ അതൊക്കെ ഉണ്ടാവും. അപ്പൊ അത് മാത്രം ആ ബൈക്കിൽ പോകുമ്പോ ബാക്കിൽ ഇരുന്നിട്ട് ജസ്റ്റ് നോക്കിയിട്ട് മാത്രം റെഫർ ചെയ്തിട്ടാണ് എക്സാം എഴുതുന്നത്. കാരണം അത്രയും ലാസ്റ്റ് മിനിറ്റ് നേരെ പോകുന്നത് എക്സാം ഹോൾക്കാണ്, അവിടെ എത്തുന്നത് നേരെ എക്സാം ഹോൾക്കായിരുന്നു. അപ്പൊ ആ ഒരു സമയത്ത് മാത്രം ഇരുന്ന് പഠിച്ചിട്ട് ആണ് കോളേജില്. സ്കൂളിലാകുമ്പോ പിന്നെ കുറച്ചുകൂടി പ്രിപ്പയർഡ് സ്കൂളിലാകുമ്പോ കുറെ ആൾക്കാർ നമ്മളെ മോണിറ്റർ ചെയ്യാണ്ട്. വീട്ടുകാര് പറയും പഠിക്കണം, സ്കൂളിലാണെങ്കിലും ടീച്ചർമാര് പുഷ് ചെയ്യില്ല. അതെ. പിന്നെ ഇവിടെ വന്നിട്ട് മാസ്റ്റേഴ്സ് ചെയ്ത സമയത്തൊന്നും അറിയാലോ, നമ്മൾ ഒരുമിച്ച് ചെയ്യുന്നല്ലോ, ഒരു അപ്പാർട്ട്മെന്റിൽ താമസിക്കുക. അപ്പം അവിടെ എന്ന് പറഞ്ഞാൽ ജോലി ഒക്കെ ആയിട്ട് നമ്മളെവിടെ പഠിക്കണം അങ്ങനത്തെ ഒന്നുമില്ല. പിന്നെ ഇവിടെ കുറച്ചുകൂടി ഈസിയർ ആണ് എക്സാമിന്റെ കാര്യം പറയാണെങ്കിൽ. നാട്ടിലൊരു 10ാം ക്ലാസ്സിലൊക്കെ എത്രത്തോളം പഠിക്കാനാ, 10+2 ഒക്കെ. ഞാൻ പിന്നെ അനാവശ്യ പ്രഷർ അല്ലേ നാട്ടിലെ പരീക്ഷയ്ക്ക്. ഇപ്പൊ 10ാം ക്ലാസ് എന്തിനാ നമുക്ക് മാർക്ക്, +2 കിട്ടാനാണ്, അത്രേ ഉള്ളൂ അതുകൊണ്ടുള്ള ഗുണം. പക്ഷെ നമ്മുടെ ലൈഫിലെ ടേണിംഗ് പോയിന്റ് പണ്ടൊക്കെ എത്ര പേര് ആത്മഹത്യ ചെയ്തില്ലേ, അതൊന്നും മാത്രല്ല എനിക്ക് തോന്നുന്നു ഇപ്പോഴും അങ്ങനത്തെ എക്സാം പ്രഷർ കാരണം ഒക്കെ ആത്മഹത്യ ചെയ്യുന്നല്ലേ. പിന്നെ ഇതാണ് നമ്മള് ഫെയിൽ ആയി കഴിഞ്ഞാൽ എന്താ തോന്നുക നാട്ടുകാർക്ക് വീട്ടുകാർക്ക് എന്നുള്ള ആ ഒരു പ്രഷറാണ്. അതായത് നമ്മുടെ ലൈഫിൽ സക്സസ്ഫുൾ ആവുക എന്നുള്ളതല്ല അല്ലേ. 10ാം ക്ലാസ് ഒരിക്കലും ഒരാളുടെ അല്ലെങ്കിൽ +2 എക്സാം പാസ്സായി നല്ല മാർക്കിൽ പാസ്സായി എന്നുള്ളത് ഒരിക്കലും ഒരാളുടെ ഭാവി ഡിസൈഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇവര് ഇത് പാസ്സാവുന്നതിന്റെ മെയിൻ റീസൺ നമുക്ക് അടുത്തൊരു സ്റ്റെപ്പിൽ നല്ല സ്കൂളിൽ അല്ലെങ്കിൽ ഗവൺമെന്റ് സ്കൂളിൽ അലോട്ട്മെന്റിൽ കിട്ടണം എന്നുള്ള ഒരൊറ്റ ക്രൈറ്റീരിയക്കും വേണ്ടിയിട്ടാണ്. പിന്നെ ഈ നമ്മുടെ നാട്ടിൽ തന്നെ ഫ്ലെക്സ് ബോർഡ് അടിക്കണ്, അതിലൊക്കെ ഇപ്പൊ കണ്ടോ അല്ലെ, ഫുൾ A+ എന്ന് പറഞ്ഞിട്ട് ഫ്ലെക്സ് ബോർഡ് അടിക്കണ്. ഒബ്വിയസ്ലി നമ്മൾ അവർക്ക് ഒരു മോട്ടിവേഷൻ, അത് അല്ലാന്നുണ്ടെങ്കിൽ ഒരു അപ്രിസിയേഷൻ എന്നുള്ള രീതിക്കാണ് നമ്മൾ ആ ഫ്ലെക്സ് അടിക്കുന്നത്. പക്ഷെ ആൾക്കാർ ആലോചിക്കുന്നില്ല ഇതിന്റെ ഒരു അതർ സൈഡ്. മേ ബി 9 A+ഉം 1 Aയോ അല്ലെങ്കിൽ Bയോ കിട്ടുന്ന ഒരാൾക്ക് ഉണ്ടാവുന്ന ഒരു
മാനസിക പ്രശ്നം. കാരണം വെച്ചാല് അത് ആ ബോർഡിൽ വരാത്തൊരൊറ്റ ഇതുമ്മലാണ് പോയത്. പിന്നെ നമ്മുടെ നാട്ടിലെ എക്സാം സിസ്റ്റം തന്നെ ഓർമ്മശക്തി എത്രത്തോളം ഉണ്ട് ബേസിക്കലി അത് തന്നെയല്ലേ, ഓർമ്മശക്തിയാണ്. ഓർമ്മശക്തിയാണ്. കാണാപ്പാടം പഠിക്കാൻ പറ്റുമോ അവർക്ക് എപ്പോഴും അങ്ങനെ സബ്ജക്ട്സ് ആണ് നമുക്കിപ്പോ അങ്ങനെ ഉണ്ട്. നമ്മുടെ ആപ്ലിക്കേഷൻ ബേസ്ഡ് സാധനങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി മോസ്റ്റ് ഓഫ് ഇറ്റ് നമുക്ക് ഓർമ്മ ടെസ്റ്റ് ചെയ്യണതാണ്. അതെ, എത്ര അത് വെച്ചിട്ട് പറയുമ്പോൾ പ്രാക്ടിക്കൽ ആയിട്ട് നമ്മള് പഠിച്ചിട്ട് കാണാപ്പാടം പഠിച്ചതിന് ഉത്തരം പറയണാണ്. അതിന് ഇത്ര ഒരു ക്രെഡിറ്റ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ ചോദിച്ചാ ഐ ഡോണ്ട് നോ. അല്ല, നമുക്കറിയില്ല. ആക്ച്വലി എന്താ പറയാ, കുറച്ച് ആൾക്കാര് ഇങ്ങനെ പഠിച്ച് മനസ്സിലാക്കി എക്സാം എഴുതുന്ന ആൾക്കാരും ഉണ്ട്, കാണാതെ പഠിച്ചു പോയി എക്സാം എഴുതുന്ന ആൾക്കാരും ഉണ്ട്. എക്സാക്ട്ലി കറക്റ്റ് ആണ് പറഞ്ഞത്. രണ്ടും ഉണ്ട്. അപ്പോ മനസ്സിലാക്കി നമ്മളെ ക്വസ്റ്റ്യൻസ് ബേസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ കൂടുതൽ നമുക്ക് കാണാപാഠം പഠിച്ചു പോവാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഫോർമുലാസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് നമ്മൾ കാണാപാഠം പഠിച്ചിട്ടാണ് അതൊക്കെ പോകുന്നത്. ഇപ്പൊ ഈ എക്സാമിന് ആൾട്ടർനേറ്റീവ് ആയിട്ട് ഒരു സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്യാന്ന് പറയുകയാണെങ്കിൽ എന്താവും? പ്രാക്ടിക്കൽസ് മാത്രമല്ല, പ്രാക്ടിക്കൽസ് അല്ല, അവള് ഉദ്ദേശിച്ച പ്രാക്ടിക്കൽസ് മേ ബി പ്രൊജക്ട്സ് ചെയ്യാ. അതെ, ഞാൻ പറഞ്ഞത് നമ്മൾ റിസർച്ച് ചെയ്തിട്ട് ഓരോ അസൈൻമെന്റ് ചെയ്യുക. ഓൾറെഡി ഉള്ള സംഭവത്തിന് നമ്മളിങ്ങനെ നെറ്റിൽ നോക്കി എഴുതാത്ത, നമ്മളിപ്പോ തീസിസ് ഒക്കെ ചെയ്യുന്നില്ലേ, അതുപോലെ കുഞ്ഞു കുഞ്ഞു പ്രൊജക്ട് ചെറുപ്പത്തിൽ കൊടുക്കുക. അതെ അതെ. ഇപ്പൊ ഓൾസോ ഇപ്പൊ കാണാപ്പാടം പഠിക്കാനെ പറ്റിയ കാര്യം എന്താ വെച്ചാൽ നമുക്കിപ്പോ പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ഇപ്പൊ എല്ലാവരും ഗൂഗിളിൽ അടിച്ചാൽ നമുക്ക് പണ്ടത്തെ മാതിരി ഓർമ്മയിൽ നിന്നിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ചില കാര്യങ്ങൾ ഇപ്പൊ കാണാപ്പാടം പഠിക്കേണ്ടി വരും. ചിലത് ഇതേമാതിരി നമ്മള് കണ്ടിന്യൂസ് ഇവാലുവേഷൻ ആ ഒരു കുട്ടിയുടെ അവരുടെ വേറെ രീതിയിലുള്ള ഗ്രോത്ത് മെഷർ ചെയ്യാനുള്ള സാധനങ്ങളല്ലേ വേണം. പിന്നെ ബേസിക് മാത്സ് എന്തായാലും നമ്മൾ ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കണം. അത് കാണാപ്പാടം പഠിച്ചാൽ എനിക്ക് തോന്നുന്നില്ല നടക്കുന്നു. അല്ല, എക്സാമിന് ഇത് പറ ആൾട്ടർനേറ്റീവ് ആയിട്ട് അല്ല, എക്സാമിന്റെ മെമ്മറീസ് പറ. എക്സാമിനെ പറ്റിയുള്ള പരീക്ഷ എഴുതുക ഏറ്റവും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള പരീക്ഷ ഏതായിരുന്നു? ഫിസിക്സ് എക്സാം. 10th ആണോ 12th ആണെങ്കിൽ മാത്സ്, ഇതിലാണെങ്കിൽ +2 ഫിസിക്സ്. എനിക്ക് തോന്നുന്നത് കെമിസ്ട്രിയും മാത്സും ആയിരിക്കും ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ളത്. എത്ര മാർക്ക് ഉണ്ടായിരുന്നു? അതൊക്കെ എനിക്ക് ഓർമ്മ മാർക്ക് എത്ര എനിക്ക് +2 10 നല്ല മാർക്ക് ഉണ്ടായിരുന്നു. പക്ഷെ +1 +2 കുഴപ്പമില്ലാത്ത മാർക്ക് ഉണ്ട്. പിന്നെ അതിന്റെ മാർക്ക് ഒന്നും ഇപ്പൊ നമ്മൾ അങ്ങനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ ചോദിച്ചാൽ അതൊരു ടേണിംഗ് പോയിന്റ് ആയിട്ട് തോന്നുന്നുണ്ടോ? അതൊക്കെ നമുക്ക് അന്ന് ഭയങ്കര ഒരു സംഭവമാക്കി തോന്നിയിരുന്നു. പക്ഷെ ഡ്രീംസ് ഇപ്പൊ ആൾക്കാർക്ക് ഇപ്പോ വലിയ വലിയ IIT-ലോ അല്ലെങ്കിൽ വേറെ എവിടെയൊക്കെ പഠിക്കണമെങ്കിൽ ആ മാർക്ക് ഭയങ്കര ഫാക്ടറാണ്. +2 മാർക്ക് ഫാക്ടറാണ്. ഞാൻ പറഞ്ഞ 10th ഇപ്പൊ ഒരു +1ക്ക് 2 അത്രേ ഉള്ളൂ എന്റെ അഭിപ്രായത്തില്. അതായത് ഇപ്പൊ 9ാം ക്ലാസ്സിൽ നിന്ന് 10ാം ക്ലാസ് പോണ പോലെ നമ്മള് ഇങ്ങോട്ടേക്ക് പുറത്ത് വരികയാണെങ്കിൽ +2 മാർക്ക് ലൈക്ക് ഇത്ര പെർസെന്റേജിന് മേലെ വേണം എന്നുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്. ഇറ്റ്സ് ഡിപെൻഡ് ഓൺ ദ ഡ്രീംസ്. ഇപ്പൊ ആൾക്കാർക്ക് പല പല ഇതുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ആ ഒരു ത്രെഷോൾഡ് എന്തായാലും കീപ്പ് ചെയ്യണം. അന്ന് എന്നിട്ട് എന്തായിരുന്നു അന്റെ ഡ്രീം? വാട്ട് ഡിഡ് യു വാണ്ട് ടു ബിക്കം? എന്ന് 10ാം ക്ലാസ് പണ്ട് കുട്ടിയാകുമ്പോ നമുക്കൊരു ആഗ്രഹം ഉണ്ടാവില്ല എന്തേ ആവണം എന്നൊക്കെ ഉള്ളത്. എനിക്ക് സത്യം പറഞ്ഞാൽ കുറെ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. ഐ മീൻ നമ്മൾ ചെറുപ്പത്തിൽ കുറെ ആഗ്രഹങ്ങൾ ഉണ്ടാവും. നമുക്ക് ഓരോരോ ഒരു ഘട്ടമായി മാറും. ഇപ്പൊ ഒരു സുരേഷ് ഗോപി പറഞ്ഞ കണ്ടാൽ നമുക്ക് ഒന്ന് പോലീസ് ഓഫീസർ ആവണം, നേരെ മറിച്ച് ഒരു പട്ടാള കണ്ടാൽ നമുക്ക് പട്ടാളാവണം. അതുപോലെ തന്നെ എനിക്ക് പൈലറ്റ് ആവാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. എയർപോർട്ട് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു. അനക്കോ? എനിക്ക് ക്യാബിൻ ക്രൂ ആവണമെന്ന്. അത് ഫാമിലി ഫ്രണ്ട് ഉണ്ടായിരുന്നു. ആളിങ്ങനെ വന്നിട്ട്, ആളുടെ മോൻ ക്യാബിൻ ക്രൂ ആ. അപ്പൊ ആളിങ്ങനെ വന്നിട്ട് ഇടക്കിടക്ക് വന്നിട്ട് ഇങ്ങനെ ഇൻജെക്ട് ചെയ്ത് വെക്കും. എനിക്ക് തോന്നുന്നു കുറെ ആൾക്കാർക്ക് അതുകൊണ്ട് എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴും എനിക്ക് ചെറുതായിട്ടുണ്ട്. ആ ഒരു ഇൻജെക്ട് ചെയ്ത് വെച്ചത് കൊണ്ട് മാത്രം ആ ഒരു ആഗ്രഹം ഉണ്ട് അവിടെ. ഈ തോന്നുന്നു കുറെ ആൾക്കാർക്ക് പൈലറ്റ് അല്ലെങ്കിൽ ഫ്ലൈറ്റ് റിലേറ്റഡ് ക്യാബിൻ ക്രൂ അങ്ങനത്തെ ഒക്കെ താല്പര്യം. എന്താ വെച്ചാൽ ഇങ്ങനെ യാത്രകൾ, ഫ്ലൈറ്റ്, അതൊക്കെ ഒരു ഫാൻസീഡ് ആയിട്ട് ആവാം. കുറെ ആൾക്കാർക്ക് അങ്ങനെ താല്പര്യം. എന്തായിരുന്നു? എനിക്ക് അങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ട് ആലോചിച്ച് കഴിഞ്ഞാൽ ഇല്ല. അങ്ങനെ ഒന്നാമെന്ന് വെച്ചാൽ 10ാം ക്ലാസ് വരുമ്പോൾ തന്നെ നമുക്കൊരു ഈ പറഞ്ഞ പോലെ പ്രഷറായി എന്തെടുക്കണം, എന്ത് സ്ട്രീം. നമ്മൾ ആ ഒരു സമയത്ത് ഒരു 15 വയസ്സുള്ള സമയത്ത് നമ്മൾ ആലോചിക്കണം എന്താവണം എന്നുള്ള ഒരു പ്രഷറൈസ്. നമുക്ക് ഒന്നിനെ പറ്റിയ ഒരു ഐഡിയ ഇല്ല. നമ്മൾ ആ സമയത്ത് ഡിസൈഡ് ചെയ്യണം സയൻസ് പോണോ കൊമേഴ്സ് പോണോ, ഏത് സ്ട്രീം അന്ന് തിരഞ്ഞെടുക്കണം. നമ്മള് അപ്പൊ അന്ന് ആ ഒരു സമയത്ത് ഭയങ്കര പ്രശ്നം. ഞാൻ ചോദിക്കുന്നത് ചെറുപ്പത്തിലൊക്കെ ഒരു ആഗ്രഹം ഉണ്ടാവും. ഒരു 6ാം ക്ലാസ്സിലൊക്കെ നമുക്ക് ഒരു ആഗ്രഹം ഉണ്ടാവില്ല. ടീച്ചർ വാട്ട് യു വാണ്ട് ടു ബി, വാട്ട് ഈസ് യുവർ അംബിഷൻ എന്നൊക്കെ ചോദിക്കുമല്ലോ. അപ്പൊ എന്താ പറഞ്ഞത്? ഐ ഡോണ്ട് റിമെമ്പർ ഈവൻ. അങ്ങനെ
അങ്ങനെ ആ സമയത്ത് കാണുന്ന ടീച്ചറിനെ മാത്രല്ലേ ഒരു ജോബ് റോൾ മോഡലുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ഇതില്ല. ACC അന്ന് ACCA CA കോഴ്സുകളൊക്കെ ഭയങ്കരമായിട്ട് ഒരു പോപ്പുലർ ആയിരുന്നു. ഭയങ്കര ശമ്പളം. അതെ അതെ അതെ, ഭയങ്കരമായിട്ടാണ്. കുറെ മോട്ടിവേഷൻ സ്പീക്കേഴ്സ് വരും ആ സമയത്ത് സ്കൂളിൽ, ഈ 10ാം ക്ലാസ് ഒക്കെ ആകുമ്പോൾ. എന്നിട്ട് ഇവര് വന്നിട്ട് ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യും. അപ്പോൾ ഇവര് ACCA ചെയ്ത ആൾക്കാർ, CA ചെയ്ത ആൾക്കാർ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോ ആരും പറയില്ല എത്ര പേപ്പർ എഴുതണം, എത്ര കാലം എഴുതണം. നമ്മളൊരു മനസ്സിലെന്താ +2 കഴിഞ്ഞു, ഇവരെന്താ പറയുന്നത് ACCA CA പറ്റി പറയുന്നത് എന്താ വെച്ചാല് ഡിഗ്രീന്റെ ആവശ്യമില്ല, ഇതെങ്ങനെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പറയുന്നത്. അപ്പൊ നമ്മള് ഈസി ആയിരിക്കും എന്നുള്ള രീതിക്ക് നമ്മൾ അങ്ങനെ ചൂസ് ചെയ്യാം. അങ്ങനെ എനിക്ക് അങ്ങനെ ഒരു CA ACCA ഒരു താല്പര്യം ഉണ്ടായിരുന്നു. ബട്ട് ആസ് എ കൂടുതലായിട്ട് അങ്ങനെ വിചാരിച്ചിട്ടില്ല എന്താവണം എന്നുള്ളത്. എനിക്ക് സിനിമാറ്റോഗ്രാഫർ ആവണം എന്നായിരുന്നു പണ്ടോട്ടേ ആണ്. ആണോ? അന്ന് എന്നിട്ട് ഇവിടെ വരുന്നതിന് മുന്നേ വരെ ഞാൻ അഡ്മിഷനും ഒക്കെ പറഞ്ഞില്ലേ, വിസ്കോം വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ഒക്കെ പഠിക്കാനൊക്കെ പോവാനൊക്കെ പ്ലാനും ആയതാണ്. പക്ഷെ പിന്നെ ഇങ്ങോട്ട് വന്നു, പിന്നെ അതുണ്ട് വിട്ടു. അന്ന് ഈ പണ്ടൊക്കെ സീരിയസ് ആയിട്ട് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അതായത് ക്യാമറ ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക്. ഞാൻ അത് അങ്ങനെയൊക്കെ അന്നെന്തോ കാര്യത്തിൽ ഞാൻ കോൺടാക്ട് ചെയ്തിരുന്നു, ഫോട്ടോ എടുക്കാനോ ഫോട്ടോ എഡിറ്റ് ബ്രോ ഫോട്ടോഗ്രാഫ് എഡിറ്റിംഗ് ചെയ്യോ അന്നത്തെ ഒരു കാലം. ആ ഒരു ടൈം എനിക്ക് ഓർമ്മയുണ്ട്. ഫേസ്ബുക്കിൽ ഒരു തരംഗം സൃഷ്ടിച്ച ടൈം. അതായത് എല്ലാവർക്കും സ്റ്റുഡിയോ മറ്റേ അജ്മൽ ഖാൻ കൊടുന്ന ഒരു ട്രെൻഡ് ഉണ്ട് ഫേസ്ബുക്കില്. പ്ലീസ് ലൈക്ക് മൈ ഫോട്ടോ, പ്ലീസ് കമന്റ്, സപ്പോർട്ട് മീ. അതിങ്ങനെ ആ കാലത്താണ് നമ്മള് കണ്ടുമുട്ടുന്നത്. ആ ഒരു ടൈമിലാണ് അങ്ങനത്തെ ഓരോ ആഗ്രഹങ്ങൾ. പക്ഷെ അതൊന്നും പിന്നൊക്കെ ലൈഫ് മാറുന്നതേ അല്ലേ. പിന്നെ ഇൻസ്റ്റാഗ്രാം വന്നു. പിന്നെ ഐ മീൻ ലൈക്ക് സോഷ്യൽ മീഡിയ പെർസ്പെക്റ്റീവ് പറയുകയാണെങ്കിൽ പിന്നെ ഇൻസ്റ്റാഗ്രാം വന്നു, ഇൻഫ്ലുവൻസിങ് ആയി ആൾക്കാർക്ക്. ഒന്നല്ലല്ലോ ഇപ്പൊ ഫേസ്ബുക്ക് ഒരു യൂട്യൂബ് ഒക്കെ മാറി ഒരു വേറെ അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം. അവിടെ വീഡിയോസ് കണ്ടന്റ് ആണ് ഒരുപാട്. ആൾക്കാർ ഫോട്ടോ ഇടണതോ സ്റ്റാറ്റസ് ഇടണോ ആരും കെയർ ചെയ്യില്ല. സ്റ്റാറ്റസും ആൾക്കാർ കുറവാണല്ലോ. അതൊന്നും കാര്യമില്ല. അല്ല പരീക്ഷന്ന് തെന്നി മാറി നമ്മള്. ഞാൻ വേറൊരു കാര്യം എന്താ വെച്ചാണല്ലോ, ഞാൻ എന്തൊരു മടിയനായിരുന്നുള്ള പരീക്ഷയിലേ വലിയ മാർക്കിന്റെ ഒക്കെ ക്വസ്റ്റ്യൻ ഉണ്ടാവില്ലേ മലയാളത്തിനും ഹിന്ദിയിലേക്കൊക്കെ, ഞാനത് ലീവ് ചെയ്യും എഴുതാൻ മടിയായിട്ട്. സമയമൊക്കെ ഒരുപാടുണ്ടാവും. ബാക്കി കുഞ്ഞുമാർക്കൊക്കെ എഴുതി അവസാനം 10 മാർക്കിന്റെ വരും. സമയക്ക് എഴുതാനും സമയമൊക്കെ ഉണ്ട്, ഞാൻ എഴുതൂല മടിയായിട്ട്. അത് അങ്ങനെ ലീവ് ചെയ്തു. 10 മാർക്കല്ലേ കുഴപ്പമില്ല എന്നിട്ട് വിടുകയെന്ന്. ഞാൻ ഇച്ചിരി മടി കൂടുതലല്ലേ? മടി കൂടുതല. എന്നിട്ട് ഞാനത് ആരും പറയില്ല, കാരണം പറഞ്ഞാ അത് മടി കാരണമാണ് അറിയാത്തോണേ. വയ്യ എഴുതാൻ. എസ് എഴുതണ ആരും അറിയണേ. എനിക്ക് എസ് എഴുതണമെന്ന് എനിക്കത് ചിന്തിക്കാനേ പറ്റില്ല. എത്ര എഴുതാൻ ഏതറിയോ ഇവന് മറ്റേ മീനിന്റെ ഒരു ഭാഗം ആയിക്കോളും, മറ്റേത് മറിച്ചിട്ടുണ്ട്. ക്ഷമയില്ലാത്ത ഈ എസ് എഴുതുന്നത് ഞാൻ ഏറ്റവും ഹെയ്റ്റ് ചെയ്തിരുന്ന ഒരു സാധനമായിരുന്നു. ഇപ്പൊ ചില ഭാഷയിൽ ചില സബ്ജക്റ്റുകൾ നമ്മളോട് പറയും ഇത്ര ഇതിനെ പറ്റിയിട്ട് എഴുതുക, കവിയാതെ എഴുതുന്നത്. എസ് ഒക്കെ ഇപ്പൊ നമ്മൾ എഴുതുന്ന 10 മാർക്കിന്റെ എസ് ഒക്കെ എഴുതുന്നുണ്ടല്ലോ, തുടക്കത്തിൽ എഴുതിയത് തന്നെ 4 പാരഗ്രാഫ് കഴിഞ്ഞാൽ വീണ്ടും അതന്നെ ആ പാരഗ്രാഫ് തന്നെ വരും. കാരണം ഇത് മാക്സിമം അങ്ങോട്ട് വലിയ ബോർഡർ വരക്കും ആദ്യം എല്ലാ സൈഡിലും. അല്ലേ പശുവിനെ കുറിച്ച് എഴുതാൻ പറഞ്ഞിട്ട് പശുവിനെ കെട്ടി വരയ്ക്കും, പിന്നെ കുറച്ചല്ലേ എഴുതാറുള്ളൂ, പുറകവിയാതെ എഴുതും. ഇപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഞാൻ എവിടെ കണ്ടു, ഈ പരീക്ഷ നോക്കുന്ന ആൾക്കാര് പറഞ്ഞിട്ടില്ലേ, ഈ അതായത് നമ്മൾ പരീക്ഷയ്ക്ക് എക്സാമിൽ എഴുതുമ്പോ ഇവര് ഈ നോക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അപ്പൊ നമ്മൾ എങ്ങനെ എഴുതണം എന്നുള്ളതാണ്. അപ്പൊ നോക്കുന്ന ആൾക്കാർ, അപ്പൊ എക്സാമിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇൻവിജിലേറ്റേഴ്സ് നോക്കുന്നത് അവരുടെ സ്റ്റൈല് അനുസരിച്ചിട്ടാണ് നമുക്ക് മാർക്ക് കിട്ടും, അങ്ങനെയുണ്ട്. അപ്പൊ ഞാൻ ഇതിന്റെ ഇടയ്ക്ക് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇപ്പൊ നമ്മള് ഒരു കാര്യം അങ്ങനെ എഴുതി നല്ല വൃത്തിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് ഇങ്ങനെ കുറെ എഴുതി വരുമ്പോ ഈ നോക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോ അറ്റ് ദി എൻഡ് അവർക്കൊരു വൈകുന്നേരം ലാസ്റ്റ് ഒക്കെ ആയിരിക്കും നോക്കുക, അവർക്ക് ഇത് പെട്ടെന്ന് തീർക്കേണ്ടി വരും. അപ്പൊ ഇവര് ഇൻ ദ ബിഗിനിങ് ഫസ്റ്റത്തെ ഒരു പാരഗ്രാഫോ അത് മാത്രമായിരിക്കും വായിക്കുക. അപ്പൊ ആ രീതിക്ക് വായിക്കുമ്പോൾ ഇവർ അതിന് മാർക്ക് ഇടും. ഇവർക്കൊരു വൈകുന്നേരം 5 മണിക്ക് ബസ് ക്യാച്ച് ചെയ്യാണ്ടാവും, അപ്പൊ ഇവർ അധികം വായിക്കൊന്നുമില്ല. ഇവര് ജസ്റ്റ് ഇങ്ങനെ നോക്കിയിട്ട് ഫ്രണ്ട് അറിയോന്നുള്ള രീതിയിൽ ഫസ്റ്റത്തെ. അതുകൊണ്ട് തന്നെ നമ്മുടെ അടുത്ത് നമുക്ക് എക്സാമിന് മുന്നേ ക്ലാസ് എടുക്കുമ്പോൾ ചില ആൾക്കാർ പ്രൊഫസേഴ്സ് നമ്മുടെ അടുത്ത് പറയും, നിങ്ങള് കുറച്ച് നല്ല വൃത്തിക്ക് ഇൻ ദ ബിഗിനിങ്, ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ബിഗിനിങ് നല്ലൊരു വൃത്തിക്ക് എഴുതിയാണ്ട് ഒരു പാരഗ്രാഫ് സ്റ്റാർട്ടിങ് എപ്പോഴും നിങ്ങൾ വൃത്തിക്ക് എഴുതണത്. മേ ബി അത് ഇതുകൊണ്ടായിരിക്കും, കാരണം അവർ ജസ്റ്റ് ഫസ്റ്റത്തെ മാത്രം. കാരണം ഒന്ന് ആലോചിക്കണം ഈ ഇൻവിജിലേറ്റേഴ്സിന്റെ അവസ്ഥ, എത്ര പേപ്പർ ഒരു ദിവസം നോക്കണം. എന്റെ അമ്മയൊക്കെ നോക്കണതാണ്. അമ്മ ടീച്ചർ 36 ഇതേമാതിരി
ആൻസർ ഷീറ്റ് കൊണ്ടുവന്നിട്ട് കിളി പാറി ഇങ്ങനെ എത്ര പല പല ക്ലാസ്സിന്റെ പല പല പേപ്പറുകള്. ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒരു സബ്ജക്ട് ഉണ്ടായിരുന്നു. അതിലെ പ്രൊഫസർ വന്നിട്ട് ഭയങ്കര പാവമായിരുന്നു. ഐ മീൻ ഫ്രണ്ട്ലി ആയിരുന്നു എല്ലാവരോടും. ആളുടെ സബ്ജക്ട് എനിക്ക് ഓർമ്മയില്ല സബ്ജക്ട് ഏതാണ്. ലൈക്ക് തമിഴ്നാട്ടിലാണ്, ആള് തമിഴാണ്. നമ്മൾ ഇംഗ്ലീഷിലാണല്ലോ എക്സാം എഴുതുക. അപ്പൊ ഈ ബോയ്സ് ഒക്കെ എന്തെങ്കിലും ആള് കൂളാണല്ലോ. ആദ്യം അതായത് 5 മാർക്കിന്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആദ്യത്തെ ഒരു 4-5 ലൈന് മാത്രം കറക്റ്റ് ആയിട്ട് എന്താണ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ എന്തെങ്കിലും ഇങ്ങനെ എഴുതി വെക്കും. എന്നിട്ട് ബാക്കി മലയാളം സോങ്ങോ ഇംഗ്ലീഷ് സോങ് ഇംഗ്ലീഷിൽ മാറ്റി എഴുതിയിട്ട് ആള് ഫുൾ മാർക്ക് കൊടുത്ത പേപ്പേഴ്സ് കാണിച്ചിട്ട് ഞങ്ങൾക്ക് ഫുൾ മാർക്ക്. അതെ അതെ, കാരണം ഇൻവിജിലേറ്റേഴ്സ് അത് കംപ്ലീറ്റ് ആയിട്ട് വായിക്കാൻ നിൽക്കില്ല. ഇവർക്ക് ഇത്രയും ഇത് ചെക്ക് ചെയ്യണം, ഇത്രയും പേപ്പേഴ്സ്, അവർക്ക് ഒരു ടാർഗറ്റ് എന്നുള്ള ഇതൊക്കെ ആയിരിക്കും. നമ്മുടെ മറ്റേ മെയിൻ പരീക്ഷകൾക്കൊക്കെ നടക്കും അത്. മെയിൻ പരീക്ഷയ്ക്കാണ് നടക്കുന്നത്. മെയിൻ പരീക്ഷയ്ക്ക് നടക്കും, അല്ലാതെ നടക്കും. പക്ഷെ മെയിൻ പരീക്ഷയുടെ പേപ്പർ നമുക്ക് കിട്ടുമോ? ഇല്ല, പേപ്പർ നമുക്ക് മെയിൻ പരീക്ഷയുടെ പേപ്പർ നമുക്ക് കിട്ടില്ല. പക്ഷെ അതില് മാർക്കുകൾ ഇങ്ങനെയാണ് വരുന്നത്. നമ്മളത് വൃത്തിക്ക് എഴുതാന്നുള്ളൂ. പക്ഷെ എല്ലാരും നമുക്ക് ഇങ്ങനെ അടിച്ചാക്ഷേപിക്കാൻ പറ്റും. ഇല്ല ഇല്ല, നല്ല നോക്കുന്ന ആൾക്കാരുണ്ടാവും. നല്ല നോക്കുന്ന ആൾക്കാരുണ്ടാവും. ഇപ്പൊ 10ാം ക്ലാസ്സിലൊക്കെ ഇപ്പൊ ഫുള്ള് മാർക്ക് കിട്ടുന്നതും A+ കിട്ടുന്നതും ആ കുട്ടിയെ അതുപോലെ തന്നെ 9ാം ക്ലാസ് എഴുതിയിട്ടുണ്ടാവും. അതിൽ ഫുൾ A+ ആ കുട്ടിക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷെ 10ാം ക്ലാസ്സിന് ഒരു പൊതുവെ ഒരു എക്സാം എക്സ്ട്രാ മാർക്ക് എനിക്കത് ഓർമ്മയുണ്ട്. നമ്മളൊക്കെ പഠിച്ച ടൈം ആവുന്നുണ്ട്. നമ്മള് 10ാം ക്ലാസ് ഇറങ്ങിയ ടൈം ആവുന്നുണ്ട്. ഭയങ്കര ടഫ് ടൈം, എല്ലാവർക്കും എടുക്കാത്ത മാർക്ക്. അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി എല്ലാവർക്കും, അതായത് അവിടെ എല്ലാവർക്കും ഫുൾ A+, പഠിച്ചവർക്കും പഠിച്ചാത്തവർക്കും ഒക്കെ ഫുൾ A+. എന്നിട്ട് നമ്മള് CBSE ആയതുകൊണ്ട് നമുക്ക് പിന്നെ വേറെ സ്ഥലത്ത് അഡ്മിഷൻ കിട്ടാൻ വേണ്ടിട്ട് ഇപ്പൊ CBSE വന്ന് കമന്റ് ചെയ്യുമോ, നമ്മള് CBSE സ്റ്റേറ്റിൽ എന്തിനാ പഠിക്കാൻ പോയത്? അല്ല, നമുക്ക് സ്റ്റേറ്റ് പഠിക്കാൻ പറ്റില്ല, കാരണം ഓൾറെഡി നമ്മുടെ കുറവാ. എനിക്കൊക്കെ 8.88 ഉള്ളൂ. ഇവനെന്തോ അറിയില്ല, 9.8. അന്നത്തെ ടീച്ചർ ഈ പറഞ്ഞ മാതിരി ആദ്യത്തെ 3 സെന്റൻസ് അല്ല അന്ന്. എന്നിട്ട് നമ്മള് കൊറേ ബുദ്ധിമുട്ടി അല്ലേ? നമുക്ക് എനിക്കല്ല ബുദ്ധിമുട്ടില്ല. ആ ഒരു വർഷം ഞങ്ങള് വർഷം പറഞ്ഞ എല്ലാവർക്കും എടുക്കാത്ത മാർക്ക് ആയിരുന്നു. 2015. അത് ട്രോളായിരുന്നു എല്ലാവർക്കും. അപ്പൊ അതൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാവർക്കും മാർക്കിൽ നമുക്ക് നമ്മൾ ഈ ചില കാര്യങ്ങളിൽ അഭിമാനം കൊള്ളുക, ഒരു കാര്യമില്ലാതെ അഭിമാനം കൊള്ളുന്ന മാതിരിയാണ് ചില മാർക്കിൽ നമ്മൾ അഭിമാനം കൊള്ളുന്നത് അല്ലേ? അതെ. എനിവേ എൻഡ് ഓഫ് ദി എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വരുന്ന ഒരു ഹോളിഡേയ്സ്, അതാണ് നമ്മളുടെ ആ ഒരു ഉറ്റുനോക്കണ സമയം. ലാസ്റ്റത്തെ എക്സാം അങ്ങോട്ട് എഴുതിയിട്ട് സന്തോഷം, റിലീഫല്ലേ, അത് ഭയങ്കര റിലീഫാണ്. അത് ബാഗും ഒക്കെ എടുത്തേണ്ട ഒരൊറ്റ ഓടും. എന്നിട്ട് ഞങ്ങള് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അത് നമ്മള് അറിയാലോ, വഞ്ചി അങ്ങനെയൊക്കെ നടന്ന് ചെരുപ്പിടാതെ നടന്ന് നമ്മളാ സിനിമ ഉണ്ടല്ലോ, സിനിമ ഉണ്ടല്ലോ പല്ലൊട്ടി പോലെ. അത് നല്ല കാലം, 2 വർഷം മുന്നാണ് ഞങ്ങളെ കാട്ടിലും. 4 വർഷം പരീക്ഷ കഴിഞ്ഞിട്ട് ഈ ഒരു സെൻഡ് ഓഫ് പാർട്ടി എന്ന് പറഞ്ഞിട്ട് ഫെയർവെൽ പാർട്ടി ഇല്ലേ, നിങ്ങളും ചെയ്തിട്ടുണ്ടാകും 10ാം ക്ലാസ്സിനും. നിങ്ങളെ സമയത്ത് എങ്ങനെയല്ല, ഞങ്ങളെ സമയത്ത് ഗ്ലിറ്റർ പറഞ്ഞിട്ടുള്ള പരിപാടിയായിരുന്നു. എന്നിട്ട് ഇവര് പറയും, ടീച്ചേഴ്സ് പറയും ഗ്ലിറ്റർ കൊണ്ടുവരരുത് സ്കൂൾക്ക്. എന്നിട്ട് അന്ന് സ്മഗ്ലിംഗ് ആണ്, ഗ്ലിറ്റർ സ്മഗ്ലിംഗ് ആണ്. അന്ന് എല്ലാരും ഗ്ലിറ്റർ മേടിച്ചിട്ട് ഗ്ലിറ്റർ കൊണ്ടുവന്നിട്ട് അന്നങ്ങോട്ട് വാരി വെതറി ക്ലാസ് ഒക്കെ ആകെ വൃത്തികേടാക്കി. 10ാം ക്ലാസ് അല്ല, എല്ലാ വർഷവും എൻഡ് ഓഫ് ദ എക്സാം കൊല്ലപ്പൂട്ട് അറിയില്ലേ, ആ അതിന്റെ ലാസ്റ്റ് ഡേ അന്ന് ഗ്ലിറ്റർ എന്നിട്ട് എല്ലാരും കൂടിയും പിന്നെ ഒരു ബേക്കറിയിലൊക്കെ പോവും. അന്ന് ഇങ്ങനത്തെ കഫേസും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. നമ്മളവിടെ കെയർ ബേക്കറി, കൂൾ ബാറൊക്കെയാണ്. അവിടെ പോയിട്ട് ഫുഡൊക്കെ കഴിച്ച് എല്ലാരും 6 മണിയാകുമ്പോൾ പബ്സ്, ചിക്കൻ റോൾ, ചായ കുടിച്ച്, കോഫി കുടിച്ച്. ശരിട്ടോ ഇവിടെ പാർട്ടി പറഞ്ഞ ഫുള്ള് ക്ലബിലും പോയി ചിക്കൻ റോളും പബ്സും. പക്ഷെ അതിന്റെ ബ്യൂട്ടി. എന്നിട്ട് 6 മണിയാകുമ്പോൾ വീട്ടിലെത്തണല്ലോ. 9ാം ഫെയർവെല്ലിനെ പറ്റിക്കൊരു കാര്യം പറയാണ്ട്. അപ്പൊ നമ്മള് ഈ മറ്റേ സാധനം ഉണ്ടല്ലോ, ഒരു ബുക്ക്, കട്ടൻ ചായ മറന്നാലും മുഖച്ചായ നീ എന്നൊക്കെ ഭയങ്കര കാര്യമായിട്ട് എഴുതിയ ആൾക്കാരൊന്നും പിന്നെ കണ്ടിട്ട് ലൈഫില്
MBA പഠിച്ചാലും MA പഠിച്ചാലും എന്നെ മറക്കരുത്. കുറെ സാധനങ്ങളൊക്കെ ചെയ്യേണ്ടത്. എന്തായാലും പറയാ സ്ക്രാപ്പ് ബുക്ക് അല്ലേ? ഓട്ടോഗ്രാഫോ ഓട്ടോഗ്രാഫാണത് അല്ല? സ്ക്രാപ്പ് ബുക്കോ സ്ക്രാപ്പ് ബുക്ക് അല്ല, സ്ക്രാം ബുക്കോ അങ്ങനത്തെ സാധനം. ഏടാ ബുക്കിന്റെ പേരെന്താ? കമന്റ് ചെയ്യുന്ന കമന്റ് ബിലോ. ഓട്ടോഗ്രാഫാണത്. പൊട്ട എന്തായിക്കോട്ടെ അതില് കമന്റ് ചെയ്യണത്. അതിന് വേറെ അന്നെന്താ പറയാ സംഭവം ഫ്രണ്ട് ആക്കിയാലേ ഉള്ളൂ. അതെ, നമ്മള് മാക്സിമം നമ്മൾ എഴുതി നമ്മളാരാ കൂടുതൽ ഇങ്ങനെ നമ്മുടെ അടുത്തേക്ക് വന്നിട്ട് നമ്മളിങ്ങനെ എഴുതുന്നത് പോപ്പുലർ കിട്ടാ. വേറെ ക്ലാസ് നിന്നൊക്കെ വരും നമ്മുടെ അടുത്തേക്ക്, ജൂനിയേഴ്സ് എന്നൊക്കെ വരും നമ്മുടെ അടുത്തേക്ക്. അറിയാലോ, നമ്മളത് പോപ്പുലർ അല്ലേ. ഇവന്റെ ജൂനിയർ ആയിരുന്നില്ലേ? പേര് നോക്കാറില്ല അങ്ങനെ ശരിക്കും പോണ അവസാനത്തെ ഓട്ടോഗ്രാഫ് വാങ്ങിട്ട് വരാം. അതൊക്കെ ഒരു മെമ്മറി. പിന്നെ വെക്കേഷൻ ആയി കഴിഞ്ഞാൽ പിന്നെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വെയിലത്ത് ഗ്രൗണ്ടിൽ കളിയാ അല്ലേ? എന്ത് രസം. 2 കളറാരം ഇവിടുന്ന് ഇങ്ങോട്ട് വേറെ കളർ. വേനൽക്കാലല്ലേ, കരുവാളിക്കാര പോലെയാണ് വെയിലത്ത്. പിന്നെ അത് ഇതാണ് സമ്മർ അല്ലേ, അപ്പൊ നല്ല പച്ചമാങ്ങ ഉണ്ടാവും. ആ മാങ്ങ പറിച്ചിട്ട് ഉപ്പൊക്കെ ഉപ്പിരുമ്പോ തന്നെ തരാം. ഉപ്പിരുമ്പിട്ട് മാങ്ങക്കാലം അതൊരു മെമ്മറി തന്നെയാണല്ലേ. അതേമാതിരി ഇപ്പൊ നമ്മള് പരീക്ഷ പറഞ്ഞാൽ ഇപ്പൊ നോമ്പ് കാലല്ലേ. ഇപ്പൊ നിങ്ങളുണ്ടാവും ഇപ്പൊ ഇവിടെ നിൽക്കുമ്പോ നാട്ടിലെ നോമ്പ് മെമ്മറീസ് ഒക്കെ മിസ് ചെയ്യണ്ടോ? ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മുടെ വീടിന്റെ മുന്നിൽ ഫ്രണ്ടിലും റൈറ്റ് സൈഡിലും മുസ്ലിം ഫാമിലി ആയിരുന്നു. അപ്പൊ അവര് നോമ്പ് സമയത്ത് പത്തിരി ബിരിയാണി. പിന്നെ എനിക്ക് കോളാണ്. എനിക്ക് ഇതിന്റെ ഒന്ന് ഞാൻ രാവിലെ ഇറങ്ങും, ഓരോ വീട്ടില് പോയി ഫുഡ് കഴിച്ച് ഒരു 3 മണിയാകുമ്പോ വന്നിട്ട് കിടത്തുണ്ട്. എനിക്ക് ഞാൻ ഇപ്പൊ അടുത്ത് നൗഫലിന്റെ മെസ്സേജിലുള്ളൂ, നാട്ടിലാകുമ്പോ ഈ സമയത്ത് കിട്ടുന്ന ഫുഡും കാര്യങ്ങളൊക്കെ ശരിയാണ്. നമ്മുടെ ബീഫ് കട്ട്ലറ്റും ബീഫ് സമൂസ നമ്മളെ നാടന്നെ മാറും അല്ലേ. വൈകുന്നേരം ആവുമ്പോ എല്ലാ ഷോപ്പിനും മുമ്പിൽ സ്നാക്സ് ഒക്കെ വെച്ച് ആ ഒരു വൈകുന്നേരം ആവുമ്പോ എല്ലാവർക്കും ഒരു ധൃതിയാണല്ലോ. സമയമാകുമ്പോത്തിന് എല്ലാ കടകളൊക്കെ ഒന്ന് സ്ലോ ഡൗൺ ആയി. ആ ടൈം ആവുമ്പോ എല്ലാരും വീട്ടിൽ പോവാണ്, ഭക്ഷണം കഴിക്കുന്നത് അല്ലെ. ആ ഒരു സമയം ഒരു ഫുൾ സ്റ്റോപ്പാണ്. എല്ലാവർക്കും ഒരു ബ്രേക്ക് ആയി. എസ്പെഷ്യലി നമ്മളെ നാട്ടില് മലപ്പുറത്ത് ആ സമയത്ത് സ്പ്രിംഗില് ടൈം മാറുന്ന മാതിരി അവിടെ ടൈം മാറൂലേ, ആൾക്കാരുടെ ലൈഫ് സ്റ്റൈൽ തന്നെ മാറി. പിന്നെ മലപ്പുറം ജില്ലയിൽ ആ സമയത്ത് വന്നു കഴിഞ്ഞാൽ റെസ്റ്റോറൻറ്റ്സ് ഹോട്ടൽസ് ഒക്കെ വളരെ കുറവായിരിക്കാം. ആ സമയത്ത് മാത്രം തുറക്കുന്ന ചില ലിസ്റ്റ് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഇതിന്റെ ഇടയ്ക്ക് ഞാൻ കണ്ടിരുന്നു എവിടെ മഞ്ചേരി സൂര്യ പുഷ്പ ആൾക്കാരെ കാണാം. കൃഷ്ണ ഹോട്ടല്, പുഷ്പ ഹോട്ടല്, അങ്ങനെ ഒരുപാട് ഹോട്ടലുണ്ട്. പിന്നെ അത് റെഗുലർ ആയിട്ടുള്ളത്. അല്ലാതെ ആ സമയം ആവുമ്പോ തുറക്കുന്ന മറയട്ടി എന്നാ പറയാ ഇതിന് നമ്മളവിടെ. അറിയില്ല, മറയട്ടി എന്ന് പറയാം. എൻട്രൻസ് ഫ്രണ്ടിലുണ്ടാവില്ല, ബാക്ക്. പിന്നെ ഇവിടുന്ന് വിട്ട് മഞ്ചേരി വിട്ട് സ്റ്റേറ്റ് പോയി. സ്റ്റേറ്റ് അല്ല, സോറി, തമിഴ്നാടാണ് ഉദ്ദേശിച്ചത്. മലപ്പുറത്തൊക്കെ പോയി കിലോമീറ്ററോളം യാത്ര ചെയ്തൊരു ഭക്ഷണം കഴിച്ച ഫ്രണ്ട്സ് ഉണ്ട്. ഒരു ചായ കടിക്കൊക്കെ അപ്പൊ നോമ്പിന്റെ ടൈം വൈകുന്നേരം ഇറങ്ങിണ്ടാവും. വേറെന്താ സമയത്തുള്ള മെമ്മറീസ്? പിന്നെ വരുന്നത് ഇതിന് പെരുന്നാളാണ്. നോമ്പൊക്കെ കഴിഞ്ഞ് പെരുന്നാൾ മെമ്മറീസ്. പെരുന്നാളിന് ഏറ്റവും വലിയ ഓർമ്മകൾ എന്താ പറയാ, പെരുന്നാൾ ഡ്രസ്സാണ്. ആ പെരുന്നാൾ ഡ്രസ്സ് ചെറുപ്പം മുതലേ അല്ല, നമ്മള് ചെറുപ്പം മുതലേ വളരും. ഓരോ ഘട്ടങ്ങളിലും നമ്മളിത് കേൾക്കണാണ്. പെരുന്നാൾ ഡ്രസ്സ് എടുക്കാനായി. അത് വല്ലാത്തൊരു മെമ്മറിയാണ്. വർഷത്തില് 2 പ്രാവശ്യമാണ് മെയിൻ ഡ്രസ്സ് എടുക്കാൻ. 2 പ്രാവശ്യം. അന്നൊക്കെ വർഷത്തില് 2 പ്രാവശ്യമാണ് ഡ്രസ്സ് എടുക്കുന്നത്. ഒന്ന് ചെറിയ പെരുന്നാക്കും, ഒന്ന് വലിയ പെരുന്നാക്കും. പിന്നെ അടുത്ത ഏതെങ്കിലും റിലേറ്റീവ്സിന്റെ ഒക്കെ കല്യാണമൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഡ്രസ്സ് എടുക്കുന്നത്. അപ്പൊ നമ്മളിങ്ങനെ ആ സമയമാകുമ്പോ ഡ്രസ്സ് എടുക്കണല്ലോ, ഈ പ്രാവശ്യം എന്താ ഫാഷന്. ഓരോ സമയത്ത് ആ സമയത്തെ ഫാഷൻ ഉണ്ടാവില്ലേ, അതിങ്ങനെ അങ്ങനെ നോക്കി എന്തെടുക്കും, എവിടെ എടുക്കും. ആ സമയത്ത് ഒരു ജെൻ ഷോപ്പ് എന്തായാലും തുറന്നിട്ടുണ്ടാവും, പെരുന്നാൾ അടുപ്പിച്ച് നമ്മുടെ നാട്ടില്. അപ്പോ അവിടെ പോയാലോ എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ നല്ല തിരക്കായിരുന്നു. പ്രത്യേകിച്ച് നോമ്പ് എടുത്തിട്ട് നമ്മള് ഈ ഷോപ്പിങ്ങിന് പോവാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നിട്ട് അവിടെ പോയി അത് നോക്കി ഡ്രസ്സ് എടുത്ത്
പിന്നെ ഉള്ളത് മുടി വെട്ടാൻ പോകുന്നതാണ്. ബാർബർ ഷോപ്പ് പോകുന്ന ഏറ്റവും ലാസ്റ്റത്തെ ഒരു സമയത്താണ്, അതായത് തലേ ദിവസം ആയിരിക്കും മിക്കവാറും മുടി വെട്ടാൻ പോകുന്നത്. അപ്പൊ ഉണ്ടാവുന്ന തിരക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ. പിന്നെ പെരുന്നാൾ ഡ്രസ്സ് എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. എനിക്ക് വല്ലാത്തൊരു ഓർമ്മയുള്ള കാര്യം, ഏതൊരു പെരുന്നാക്കാണോ ചെറിയൊരുന്നാക്കാണോ എന്ന് എനിക്കറിയില്ല. അന്ന് അൻവറില്ലേ, പൃഥ്വിരാജിന്റെ അൻവർ ഇറങ്ങിയ ടൈമിലാ. അന്ന് മറ്റേ ഒരു കുർത്തുണ്ട്, മറ്റേ ഹാഫ് കാൽബിലത്തിയിലെ കുർത്ത, ഹാഫ് കുർത്ത എന്ന് പറഞ്ഞിട്ട് അന്ന് ഭയങ്കര ട്രെൻഡ് ആയിരുന്നു. ഞാൻ അതും തപ്പി കൊറേ നടന്നിരുന്നു ആ ടൈമില്. കിട്ടി പച്ച, പക്ഷെ അതൊരു ഓർമ്മ. ഞാൻ പറയുന്ന അന്ന് എന്തെങ്കിലും ഒരു ഫാഷൻ ഉണ്ടാവും റിലേറ്റഡ് ആയിട്ട്. എനിക്ക് അതേമാതിരി ഒരു കാര്യം പറയണ്ട ഡ്രസ്സിനെ പറ്റി. മറ്റേ കൊച്ചി രാജാവിലെ പാട്ടില്ലേ, മുന്തിരിപ്പാടത്തിലെ ഷർവാണില്ലേ, ഞാൻ ഒരു സ്ഥിരം ഡെയിലി വെയർ ആയിട്ട് ഷർവാണി യൂസ് ചെയ്തിരുന്നത്. എല്ലാ പരിപാടിക്കും പല പല കവറിൽ ഷർവാണി ഇട്ട് പോകും. എന്നോട് ആൾക്കാർ ചോദിക്കാനൊക്കെ തുടങ്ങി. കുട്ടിയാകുമ്പോട്ടോ എനിക്ക് ബാക്കിയുള്ളവർ പറഞ്ഞിട്ടുള്ള ഓർമ്മയാ. എനിക്ക് ആ ഷോളുള്ള ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതൊക്കെ ഒരു ചെറുപ്പത്തിലുള്ള. അതേമാതിരി പിന്നെ പെരുന്നാൾക്ക് പൈസ കിട്ടൂലേ, പെരുന്നാൾ പൈസ കിട്ടും. അത് ആരുടെ ഓർമ്മ? എനിക്കെന്താ പറയണ്ടേ പെരുന്നാൾ പൈസ? എന്റെ ഗ്രാൻഡ് മാൻ്റെ അവിടെ നിന്നാണ് തുടങ്ങാം. നമ്മള് ഫസ്റ്റ് ഗ്രാൻഡ് മാൻ്റെ അടുത്ത് പോവാം. പൈസ ഫസ്റ്റ് വല്യമാന്റെ അടുത്താണ് ആദ്യത്തെ പൈസ വാങ്ങാം. കൈനീട്ടം എന്നുള്ള നിലയ്ക്ക് വല്യമാന്റെ അടുത്ത് വാങ്ങാൻ പോകും. പിന്നെ വീട്ടിൽ നിന്ന് പാരന്റ്സിന്റെ അടുത്ത് കിട്ടും, പിന്നെ ആന്റിമാര്. അപ്പൊ ഈ ചെറിയ കുട്ടിയാവുന്ന സമയത്ത് നമുക്ക് അതൊരു വലിയൊരു കാര്യമാണ് പെരുന്നാൾ പൈസ. അതാണ് അത് ഡ്രസ്സ്, അതാണ് ഇൻകം. അപ്പൊ മാക്സിമം ആ ഒരു വെക്കേഷൻ തീരാനുള്ള ചെലവ്. അപ്പൊ മാക്സിമം ആ സമയത്ത് പെരുന്നാളിന്റെ അന്ന് മാക്സിമം റിലേറ്റീവ്സിന്റെ വീട് കവർ ചെയ്യാന്നുള്ളതാണ് ഫോക്കസ്. അപ്പൊ എനിക്ക് എന്റെ റിലേറ്റീവ്സ് എവിടെയൊക്കെയാന്നുള്ള ഒരു റൂട്ട് പ്ലാൻ തന്നെ ഉണ്ട്. ഇതിലെ കൂടെ അങ്ങനെ പോയി ഇങ്ങനെ മാക്സിമം കവർ ചെയ്യേണ്ടത് എല്ലായിടത്തും എത്തണ്ടേ. പിന്നീട് കുറച്ചുകൂടി ഇപ്പോ +2 ഒക്കെ കഴിഞ്ഞ് കോളേജ് ഒക്കെ ആകുന്നതോട് കൂടിയിട്ട് മാക്സിമം പോവാതൊക്കെ ഉള്ള പരിപാടികളായി. അപ്പോ പെരുന്നാളിന്റെ മെമ്മറി ചെറുപ്പത്തിൽ ഒന്ന് വേറെയും കുറച്ചുകൂടി പ്രായപ്പോ അത് ഡിഫറെന്റ് ആണ്. പ്രായപ്പോ ഞാൻ ചോദിക്കട്ടെ, ഈ കൊടുക്കണോ പേടിച്ചിട്ടാണോ ഈ പോവാത്തത്? ഇല്ല, കൊടുക്കുന്ന പ്രായ +2 സമയത്ത് നമ്മൾ ആയിട്ടില്ല. കാരണം അപ്പോഴും നമ്മൾ ഇൻകം ജനറേറ്റ് ചെയ്യുന്നില്ലല്ലോ. പക്ഷെ 24 വയസ്സിൽ ഇങ്ങനെ കറങ്ങിയ സമയത്ത് പണിക്ക് കിട്ടാണ്ടായപ്പോഴേ പെരുന്നാളാകുമ്പോ വന്നോളൂ. എല്ലാരും പോയിണ്ടാവല്ലോ. വിഷുവിന് പോകില്ലേ? നമ്മള് വന്ന വിഷുവിന് ഇതേമാതിരി നമ്മള് ഈ വലിയ ഇതൊന്നും ഇല്ലാത്ത അടുത്ത് പോയിട്ട് എന്നിട്ട് വന്നിട്ടിരുന്ന് ഇങ്ങനെ കൗണ്ട് ചെയ്യും എത്രയാ കിട്ടിയത്. അത് നമുക്കത് പൈസ അത്രേ ഉള്ളൂ നമുക്ക് കിട്ടുന്നത്. അന്ന് ജോലിക്കൊന്നും പോകാനൊന്നും ഇല്ലല്ലോ. ഇപ്പൊ കൊടുക്കലുണ്ടോ നിങ്ങള്? കൊടുക്കലുണ്ട്. പിന്നെ പണിയൊക്കെ ഉണ്ടല്ലോ, അപ്പൊ പിന്നെ നാട്ടിൽ നിന്ന് അവര് തരുന്ന ഒരു 50 റുപ്യാണ് 50 സന്തോഷമാണ്. അല്ലെ, അതിനൊരു 50 കിട്ടാന്നുള്ളത് നല്ല സന്തോഷമാണ്. നല്ല പൈസ. 50 എന്തൊക്കെ കിട്ടും? എന്ത് കിട്ടും? കളിത്തോക്ക്, ബലൂണുകൾ. ഈ പിന്നെ വേറൊരു സംഭവം ഷെയ്ം എന്നോട് പറഞ്ഞിട്ടുണ്ട്, പുതിയ നോട്ട് തരാൻ ശ്രമിക്കും. മാക്സിമം പുതിയ നോട്ട്, ഫ്രഷ് നോട്ട് തരാൻ ശ്രമിക്കും. അത് മേ ബി അന്ന് എല്ലാം ഒരു പുതിയ ഡ്രസ്, ഒരു സെലിബ്രേഷൻ ആണ്. അതായത് ഇപ്പൊ 30 ദിവസം നോമ്പ് നോറ്റിട്ട് ഇല്ലൊരു ബ്രേക്കിംഗ് ടൈം, ബ്രേക്ക് അല്ലത് അല്ല 30 ദിവസം അതിനെക്കുറിച്ചൊന്നും പറയാമല്ലോ. അല്ല, പെരുന്നാളിന്റെ പറഞ്ഞ പോലെ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ചെറുപ്പത്തിൽ നമുക്കൊരു മെമ്മറി, പിന്നെ +2 ഡിഗ്രി പഠിക്കുമ്പോൾ വേറെ മെമ്മറി എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ ഈ +2 ഡിഗ്രി പഠിക്കുന്ന സമയത്ത് നമ്മള് ഈ റിലേറ്റീവ്സ് ബേസ്ഡ് ആയാലും നമ്മളെ അപ്പൊ നമ്മൾ കുറച്ചുകൂടി ഫ്രണ്ട്സ് ഓറിയന്റഡ് ആണ്. അപ്പൊ എന്താ വെച്ചാൽ മെയിൻ നമ്മള് ട്രിപ്പ് പോവാ, പെരുന്നാൾക്ക് ട്രിപ്പ് പോവാന്ന് പറയുന്നത് ഒരു അല്ലേ, അതിന്റെ ക്യാഷ് നമ്മള് സോഴ്സ് ചെയ്യുന്നത് വെച്ചാൽ മറ്റത് നമുക്ക് ഒബിയസ്ലി റിലേറ്റീവ്സിന്റെ അടുത്ത് കിട്ടും. ഈ സമയമാകുമ്പോൾ നമ്മൾ പെരുന്നാളിന്റെ അടുപ്പിച്ചൊരു മിക്ക ടീനേജേഴ്സ് ഒരു ജെൻ ഷോപ്പിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്, അറ്റ്ലീസ്റ്റ് പാർട്ട് ടൈം ആയിട്ടും വർക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഞാൻ അങ്ങനെ ഇങ്ങനത്തെ ജെൻ ഷോപ്പിൽ വർക്ക് ചെയ്തിരുന്നു. അപ്പോ ആ ഒരു സമയത്ത് ഉണ്ടാവുന്ന അതൊരു നല്ലൊരു വൈബാണ്. കാരണം ഇത്രയും തിരക്കും, നമ്മളെ കടയിൽ വർക്ക് ചെയ്യുന്നു, കുറെ ആൾക്കാർ ഷോപ്പ് എന്ന് പറഞ്ഞാൽ 4 മണി 5 മണി വരെയൊക്കെ ഓപ്പൺ ആയിരിക്കും ഷോപ്പ്. പെരുന്നാൾ തലേന്ന് 2 ദിവസം തലേന്ന്. അപ്പോ ഭയങ്കര തിരക്കും ക്രൗഡഡും, അത് ഭയങ്കര രസമാണ്. അത് ഒരു ഫെസ്റ്റീവ് മൂഡ് എന്ന് പറഞ്ഞാൽ അതാണ്. പിറ്റേ ദിവസം സത്യം പറഞ്ഞാൽ പെരുന്നാളിന്റെ അന്ന് വന്ന് ഉറങ്ങായിരിക്കും.
ജസ്റ്റ് പോയി പള്ളിയിൽ പോയി വന്ന് ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ ഉറങ്ങും. കാരണം പിറ്റേന്ന് രാവിലെ 5 മണിക്കേക്കാരം വീട്ടിൽ വരുന്നത്. അത് ഭയങ്കര മെമ്മറിയാണ്. പിന്നെ അന്ന് പെരുന്നാളിന് എല്ലാരും ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്യല് മസ്റ്റ് അല്ലേ നാട്ടിലാകുമ്പോ, BGM ഒക്കെ ഇട്ട് ട്രെൻഡ് ആയിട്ടുള്ള സാധനം അങ്ങനെ വെക്കും. ഇവിടെ വെക്കുമ്പോ ഇവിടെ നമുക്ക് ജസ്റ്റ് ആൻ അതർ ഡേ ആണ്. നമുക്ക് ഇവിടെ ഹോളിഡേ പോലും വർക്ക് അന്ന് ഇപ്പം മറ്റേ വർക്കിംഗ് ഡേ ആണെങ്കിൽ നമ്മള് വർക്കിനൊക്കെ പോവും. അതെ, നമ്മളത് നാട്ടില് എല്ലാ കാര്യവും അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുക അല്ലെ. നമ്മള് ബേസിക്കലി ഇതൊക്കെ റിലീജിയസ് സെലിബ്രേഷൻസ് ആണെങ്കിലും നമ്മുടെ നാട്ടിലൊക്കെ എല്ലാവരും ഈക്വൽ ആയിട്ട് എല്ലാതും സെലിബ്രേറ്റ് ചെയ്യല്ലേ. എനിക്ക് തോന്നുന്നു എല്ലാം ഫെസ്റ്റിവൽ കൂടുതൽ റിലീജിയസ് ബേസ്ഡ് ആണ്. പക്ഷെ വൈ ഫെസ്റ്റിവൽ എന്നുള്ളത് ചോദിക്കാന്നുണ്ടെങ്കിൽ അതൊരു ഈവൻ റിലീജിയസ് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ പോലും ആൾക്കാർക്ക് ജസ്റ്റ് എല്ലാവരും കൾച്ചറലി ഒന്ന് കൂടണം. ഒരു 1 day ബ്രേക്ക് ഫ്രം എവറിത്തിങ്, ഫാമിലി ടുഗദർ, ഫ്രണ്ട്സ് ഓറിയന്റഡ്, നല്ല ഫുഡ്. അതെ അതെ. അപ്പോ ആ ഒരു ഇതിന് വേണ്ടിയിട്ടായിരിക്കും കൂടുതലും ഫെസ്റ്റിവൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ആൾക്കാരെ കൂടുതൽ ഇങ്ങനെ ഹാപ്പിനെസ് ഒക്കെ അത് ആ ദിവസം. അപ്പോ മേ ബി ഇൻ ദ പാസ്റ്റ് കൂടുതൽ ഫെസ്റ്റിവൽസ് ഉണ്ടായിരിക്കണം. ഇപ്പൊ നമുക്ക് അതിന്റെ ആവശ്യകത കുറച്ച് കുറഞ്ഞോന്ന് തോന്നുന്നുണ്ട്. നമ്മള് പറഞ്ഞിട്ടില്ലേ ചിലപ്പോ ഭാവിയിൽ ഇനിയിപ്പോ ഇപ്പോഴുള്ള അത്ര ഒന്നും ഉണ്ടാവില്ല ഫെസ്റ്റിവൽസ്. ഇനി ഭാവിയിൽ കുറെ ഫെസ്റ്റിവൽസ് പോവും. ഇപ്പൊ തന്നെ നമ്മുടെ നാട്ടിലുള്ള ഫെസ്റ്റിവൽസ് കുറെ ഫെസ്റ്റിവൽസ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നില്ല, ആഘോഷം കുറഞ്ഞിങ്ങനെ. അപ്പോ അതാണ് മേജർലി ഫെസ്റ്റിവലിന്റെ. ഇപ്പൊ പൈസ കളക്ട് ചെയ്യണത് വിഷുവിന് ഇതേമാതിരി നമ്മള് പോയി കളക്ട് ചെയ്യണതും രാവിലെ എണീറ്റ് പടക്കം പൊട്ടിക്കണതും നമ്മുടെ സെലിബ്രേഷൻ. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, രാവിലെയാണോ പടക്കം പൊട്ടിക്കണേ അതോ രാവിലെ കണി കണ്ടതിന് ശേഷം പൊട്ടിക്കുക? ഇഷ്ടമുള്ളപ്പോ പൊട്ടിക്കുക. അതിന് സെലിബ്രേഷനിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയ സാധനമാണല്ലോ ഫയർ വർക്സ്. പടക്കം വാങ്ങി പൊട്ടിക്കുക, പല പല ടൈപ്പ് പടക്കം പൊട്ടിക്കുക. അന്ന് ഇങ്ങനെ നമ്മളൊക്കെ നാട്ടിലെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് എത്ര രൂപയുടെ പടക്കം വാങ്ങിയിട്ടുണ്ട്, ഒരു ഷോ ഓഫ് ഉണ്ട്. നമ്മള് കുറച്ച് പുറത്തുനിന്ന് ഇറക്കി ഇത്ര പൈസയുടെ ഇത് ഇവര് ഇത്ര ഇറക്കിയിട്ട് കേട്ടോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് രാവിലെ ഇങ്ങനെ പടക്കം പൊട്ടിച്ച് തീർന്നു. അത് പിന്നെ ഓരോരോ വർഷം പുതിയ പുതിയ ഐറ്റംസ് ഇറങ്ങും. പല പല ട്രെൻഡി പടക്കങ്ങൾ ഇറങ്ങും, പല പല വെറൈറ്റി സാധനങ്ങളൊക്കെ ഇറങ്ങും. അതൊക്കെ ഭയങ്കര മെമ്മറിയാണ്. ഇവിടെ നമ്മൾ ഇതേമാതിരി പടക്കം പൊട്ടിക്കാൻ നിന്നാ ഇവിടെ ന്യൂ ഇയറിനല്ലാതെ ഫയർ വർക്സ് വളരെ കുറവല്ലേ. നാട്ടില് ഒരുവിധം ഇപ്പൊ ദീപാവലിക്ക് പൊട്ടിക്കും, വിഷു, ന്യൂ ഇയറിനും പൊട്ടിക്കും, പെരുന്നാൾക്കും പൊട്ടിക്കും, പൂരം, കല്യാണത്തിനുണ്ടെങ്കിൽ അന്നും പൊട്ടിക്കും. അപ്പൊ ആഘോഷങ്ങൾ ഭയങ്കര മാറി മാറി വരിക. ഇപ്പൊ വിഷുവിന് തന്നെ ഇപ്പൊ കൈനീട്ടം ഡിജിറ്റലായി, ഫോൺ പേ വഴി കൊടുക്കണം. പണ്ട് ഇങ്ങനെ തരുമ്പോ ആ എടുത്ത് കൂട്ടി വെക്കണ ഇപ്പൊ പോയി. ഇപ്പൊ അത് ജിപേ ചെയ്യാ. ഇപ്പൊ ആക്ച്വലി നമ്മള് ഫിസിക്കലി അവിടെ വേണമെന്നല്ല, ഫോൺ വിളിച്ചിട്ട് അവിടെ ഉണ്ട് കേട്ടോ QR അയച്ചരാ പൈസ അയക്കുന്ന പറഞ്ഞിട്ട്. ഇപ്പൊ കുംഭമേളക്കൊക്കെ ഇത് ഡിജിറ്റൽ സ്നാനൊക്കെ ഉണ്ടായല്ലോ. ആൾക്കാരെ വീഡിയോ കോൾ ചെയ്തിട്ട് ഡിജിറ്റലായി ഫോൺ നോക്കിട്ട് അത് ഡിജിറ്റലാവും. ഇനി സെലിബ്രേഷൻ ഡിജിറ്റലായി പടക്കം പൊട്ടിക്കുക, ഹോളോഗ്രാഫ് വെച്ച് പൊട്ടിക്കലൊക്കെ ആവും. സൗണ്ട് പൊല്യൂഷൻ ഒക്കെ ഒഴിവാക്കാൻ അതൊരു കാണാൻ ഇതുണ്ടായ പോരെ. വേണേ ഹെഡ്ഫോൺ വെച്ചിട്ട് സൗണ്ട് എഫക്ട് കിട്ടും. കാലൊക്കെ മാറടാ. അപ്പൊ അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ. ഇപ്പൊ ഇവിടെ നിൽക്കുമ്പോ നമ്മള് മിസ് ചെയ്യുന്ന വേറൊരു കാര്യങ്ങളാണ് ഈ ഫെസ്റ്റിവൽസ് അല്ലേ, ഗ്യാതറിങ്സ്. നമ്മളെല്ലാരും ഓണം, വിഷു, വാട്ടെവർ. ഇപ്പൊ എവിടെയൊക്കെ പരിപാടി ഉണ്ടെങ്കിലും നാട്ടിൽ നമ്മളൊരു വീട്ടുകാരൊപ്പം സെലിബ്രേറ്റ് ചെയ്യണ മാതിരി ഒന്നും ആവില്ലല്ലോ അല്ലെ. അതൊക്കെ തന്നെ. പിന്നെ പരീക്ഷക്കാലം ഒക്കെ, പരീക്ഷ കഴിഞ്ഞ് എൻജോയ് ചെയ്യ എല്ലാരും. വെക്കേഷൻ 10ാം ക്ലാസ്സിൽ മാർക്ക് കുറഞ്ഞു വെച്ചിട്ടൊന്നും കുഴപ്പമൊന്നുമില്ല. പാസ്സായത്. പക്ഷെ നല്ല നിലയിലെത്തി. ഇവൻ പിന്നെ 10ാം +2 പോയിട്ടില്ല, നിർത്തി. ഇതെല്ലാം അതിനൊന്നും രക്ഷപ്പെടാൻ വിചാരിച്ചാൽ രക്ഷപ്പെടും, അത്രേ ഉള്ളൂ. പഠിക്കാൻ പറ്റുന്നൊക്കെ മാക്സിമം എഫേർട്ട് ഇടുക, ബാക്കിയൊക്കെ പിന്നെ അത്രേ ഉള്ളൂ. അപ്പൊ താങ്ക്സ് ഫോർ വാച്ചിങ് അല്ലേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ഒക്കെ ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തിനെങ്കിലും പറ്റി നമുക്ക് ഭയങ്കര ടോപ്പിക് ഓറിയന്റഡ് അല്ല, പക്ഷെ എന്നാലും എന്തിനും പറ്റി സംസാരിക്കാൻ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളാണെങ്കിൽ നമ്മൾ ഒന്നും സംസാരിക്കുക അല്ലേ. അപ്പോ താങ്ക് യു ഫോർ വാച്ചിങ്. See you on next episode. Bye bye.